അവിടെ ചെന്നപ്പോ ഒരു അഭിവാദനം കേട്ട നിമിഷം അവിടെ ഉദരത്തിൽ ശിശു ഒന്ന് കുതിച്ചു ചാടി എന്ന് വചനത്തിലുണ്ട്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-ാം തിരുവചനത്തിൽ പറയുന്നു, മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ട നിമിഷം എലിസബത്തിന്റെ ഉദരത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനാകുന്ന വിശുദ്ധ യോഹന്നാൻ, അത് ജോൺ ബോപ്പിൻസ് ഉദരത്തിൽ കുതിച്ചു ചാടി കരമടിച്ച് മാത്രം കൊടുക്കുക വചനത്തെ മാനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുതിച്ചു ചാട്ടം അഭിവാദന സ്വരത്തിലാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് പെട്ടെന്നാണ് ഇടപെടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉദരത്തിൽ ശിശു കുതിച്ചു ചാടുന്ന അനുഗ്രഹം ഉണ്ടാകട്ടെ, അത് ദൈവത്തിന് ചെയ്യാം. പക്ഷെ അവിടെ എലിസബത്ത് ഒരു കാര്യം പറഞ്ഞു, എന്റെ കർത്താവിന്റെ അമ്മ. കരമടിച്ച് മാത്രം കൊടുക്കുക, എന്റെ കർത്താവിന്റെ അമ്മ. യേശു ലോകം മുഴുവന്റെയും രക്ഷകനാ. യേശു ലോകം മുഴുവന്റെയും സകല ജനതയുടെയും രക്ഷകനാണെങ്കിൽ സ്നാപകന്റെ അമ്മ എലിസബത്ത് തന്റെ അമ്മയുടെ കുടുംബത്തിൽ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാ എലിസബത്ത് അങ്ങനെ പറഞ്ഞത്? എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ജ്ഞാനം ഉണ്ടാകാൻ തുടങ്ങി. ജ്ഞാനം സൂര്യനേക്കാൾ സുന്ദരമെന്ന് ജ്ഞാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ പറയുന്നു. അരമണിച്ച് മാത്രം കൊടുക്കുക. എലിസബത്ത് യൂദയ നാട്ടിൽ ഒരു വീട്ടമ്മയായി സക്കറിയ പുരോഹിതന്റെ ഭാര്യയായി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം എലിസബത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഉടനെ മനസ്സിലാക്കുക, ഉദരത്തിൽ തന്റെ മകനേക്കാൾ 6 മാസം കുറവുള്ളവൻ ഇതാ മറിയത്തിന്റെ ഉദരത്തിൽ എന്റെ കർത്താവിന്റെ അമ്മ. ഓ ഹല്ലേലൂയ. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്റെ ഉടമസ്ഥൻ. കരമടിച്ച് മാത്രം കൊടുക്കുക. ഹല്ലേലൂയ. ജീസസ് ഈസ് മൈ സേവിയർ. കരമടിച്ച് മാത്രം കൊടുക്കുക. യേശുവിന്റെ രക്ഷകന ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് കരമടിക്കും മക്കളെ. മാത്രം കൊടുക്കുക. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് തരുവാൻ. അതാണ് നമ്മളുടെ മുന്നേ കഴിയുമ്പോൾ എന്തോ ചൊല്ലുന്നത്? നമ്മളുടെ മുന്നേ കഴിഞ്ഞ് താഴോട്ട് കർത്താവ് അങ്ങയുടെ മറിയത്തെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഹോളി മേരിയെ ആർക്കും മാറ്റാൻ സാധിക്കില്ല. അവിടുന്ന് പറയുന്നത് എങ്ങനെയാ? എന്താ പറഞ്ഞത്? കർത്താവ് അങ്ങയുടെ ഏത് ഉദരത്തിലാണ്? മറിയത്തിന്റെ ഉദരത്തിൽ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. ഇതാ അവിടെ എലിസബത്ത് ഇങ്ങനെ വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഉദരഫലം ആഗ്രഹിക്കുന്ന അനേകം മക്കള് ഈ ദൈവാലയത്തിലുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അവർക്കെല്ലാം കൊടുക്കുവാൻ. ഇവിടെ സമീപദേശത്തുണ്ട്, ഈ രൂപതയിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ അനേകം ദേശത്തുണ്ട്. നമ്മളിപ്പോൾ സ്തുതിക്കാൻ പോവുക. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി പുരുഷനിലോ സ്ത്രീയിലോ ആരിലും കുറവുണ്ടായിക്കോട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി അഗ്നിയായി അവരിലെ എല്ലാ അശുദ്ധിയെയും കത്തിച്ച് ചാമ്പലാക്കാൻ പോവാ. സ്തുതിക്കും മക്കളെ. സ്വർഗം 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 കൊടുക്കട്ടെ. കുഞ്ഞുങ്ങളായവരും കുഞ്ഞുങ്ങളില്ലാത്തവരും ഇനി വിവാഹം കഴിക്കാനുള്ളവരും സഭയിൽ സഭയോട് ചേർന്ന് പരിശുദ്ധ കുർബാനയുടെ എല്ലാ അനുഗ്രഹങ്ങളും ചേർന്ന് സ്തുതിക്ക്. ഉദരഫലം അനുഗ്രഹത്തിന് സന്തതി പരമ്പര യോഹന്നാനെ പോലെ സ്നാന യോഹന്നാനെ പോലെ ഈശോയുടെ ഭവനത്തിൽ കൊടുത്ത അനുഗ്രഹം പോലെ ജീവിക്കപ്പെടുവാൻ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നിന്ന് വിഷമിച്ചിട്ട് ഇരിക്കുക. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധ ദൈവമാതാവിനെ സ്വർഗ്ഗം നമുക്ക് തന്നിരിക്കുന്നത് ഭൂമിയിൽ രക്ഷയുടെ അനുഗ്രഹം. യേശു രക്ഷകനാ. ആ രക്ഷയുടെ അനുഗ്രഹത്തെ അനുഗ്രഹമായി ദൈവം പറഞ്ഞതുപോലെ വിശുദ്ധിയിൽ പ്രസവിച്ച് നമുക്ക് നൽകാൻ അവിടെ കർത്താവ് ഒരു വലിയ കാര്യം സൈലന്റായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവമാതാവിനെ ആത്മാക്കളെ രക്ഷിക്കുക. നമ്മൾ പിന്നെ എന്തോ പ്രാർത്ഥിക്കുന്നു? മരണനേരത്തിലും തമ്പുരാനോട് അപേക്ഷിക്കണം. എന്നും പ്രാർത്ഥിക്കുന്നു. ചുമ്മാ പ്രാർത്ഥിക്കണം, ഒരു ഗുണവുമില്ലാതെ പ്രാർത്ഥിക്കുന്ന ഇതെങ്ങനെ അറിയാതെ. ഇനി ഇത് തെറ്റുപറ്റല്ലേ? ഞങ്ങളുടെ മരണനേരത്ത്
മറിയം യൗസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കുകയാണ്. കരപിടിച്ച് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവിന് ഒരു പ്രാധാന്യം കണ്ടോ? ഈ അനുഗ്രഹത്തെ ഒരു കറ പോലും പറ്റാതെ, ഒരു ജഡീക തിന്മയുമില്ലാതെ, ഒരു ദുരാശയമില്ലാതെ, ദുഷ്ടമനുഷ്യരെ ഡീസന്റ് എന്ന് കാണുന്നവരിൽ പോലും മൃഗങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, മൃഗങ്ങള്. കഴിഞ്ഞ നാളിൽ ഒരു കുഞ്ഞിനെ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ അവർക്ക് അഭിഷേകത്തിന് തടസ്സം വീട്ടിൽ നിന്ന് തന്നെ പറ്റിയതാ. കണ്ടാൽ ഓമനത്തുള്ള കുഞ്ഞ് ഓമനയിൽ വിളിച്ചു പോകും, അവിടെ പേരെന്നല്ല. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് എല്ലാവരും ചട്ടമടിച്ചുകൊണ്ട് നടക്കും. ആരും ഒരു ചട്ടമടിക്കണ്ട. അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ ഈ അനുഗ്രഹങ്ങളെല്ലാം ലഭിക്കത്തുള്ളൂ. ഇവിടെ കൃത്യമായി പരിശുദ്ധ ദൈവമാതാവ് അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു. വിശുദ്ധതയുടെ അതിവിശുദ്ധതയായിരുന്നു. ഇത് നാം തിരിച്ചറിയണം. കുറവുകളുള്ളവര് കുറവില്ലാത്തവരെ ചൂണ്ടി കുറവുണ്ടെന്ന് പറയരുത്, പറയാൻ പാടില്ല. കാരണം കുറവ് നമ്മളിലുണ്ട്. പക്ഷേ ഇത് ദൈവം തിരഞ്ഞെടുത്തതാ. ഒരിക്കലും ഒരിക്കലും യൗസേപ്പ് പിതാവ് ഒരു സമയത്ത് പോലും, ഈശോയുടെ ജനനത്തിന് ശേഷം പോലും മറിയത്തെ പ്രാപിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പ്രാപിച്ചിരുന്നെങ്കിൽ ബൈബിളിൽ അത് കൃത്യമായി കണ്ടേ. അവൻ ജനിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറയുന്ന തിരുവചനം അത് അപ്രകാരം തന്നെയാ. സ്വർഗാരോപണം വരെയും അങ്ങനെയാ. കാരണം ദൈവത്തിന് തെറ്റ് പറ്റില്ല. ഗോഡ് ഫാദറിന് ഒരിക്കലും ഒരു റോങ്ങായ കാര്യം ചെയ്യാൻ സാധിക്കില്ല. പിതാവായ ദൈവത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ല. യൗസേപ്പ് പിതാവ് നാസീർ വർഗ്ഗക്കാരനായിരുന്നു. മുടി മുറിക്കാത്തവൻ, താടി മടിക്കാത്തവൻ, വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ, ദൈവം പറയുന്ന പോലെ സഞ്ചരിക്കുന്നവൻ. നമുക്കൊക്കെ കുഴപ്പം. ഒരു ദിവസം വേണേ അടങ്ങിയിരിക്കും, 2 ദിവസം വേണേ അടങ്ങി നോക്കും, 3-ാം ദിവസം ഇതും കൊണ്ട് ഓടാൻ നോക്കും. എന്നിട്ട് നമ്മൾ പറയുക എന്തോ നമ്മളൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് അങ്ങനെയല്ല. ആരെങ്കിലും മറിയത്തെ വീണ്ടും പ്രസവിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരിലെ തിമിരമാ. അവർക്ക് വിശ്വസ്തതയില്ല, ആത്മസംയമനമില്ല. ആത്മസംയമനമില്ലാത്ത വ്യക്തികളായതുകൊണ്ട് എനിക്ക് കുറവുള്ളത് കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് കുറവുണ്ട് എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. എന്നിൽ ജഡീക തിന്മയുണ്ട്, അതുകൊണ്ട് ആ വ്യക്തിക്ക് അതുണ്ട് എന്ന് പറയുന്ന അനുഭവമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് ലോകം മുഴുവനും അറിയണം. ഇത് പരിശുദ്ധാത്മാവ് ബലഹീനനായ എന്നിലൂടെ ലോകത്തോട് സംസാരിക്കുക, ഈ ജനത്തോട് സംസാരിക്കുക, അവിടുന്ന് വേദനിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു. 8-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അവന്റെ ഹൃദയം പണ്ടേ തിന്മയിലേക്കാ ചാഞ്ഞിരുന്നത്. കണ്ടോ, കർത്താവിന് തെറ്റുമോ? എന്നിട്ട് പറയുക, പരിശുദ്ധതയെ ചൂണ്ടിക്കൊണ്ട് മനുഷ്യൻ കുറെ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് സ്വർഗത്തിന്റെ അനുഗ്രഹത്തെ ഒക്കെ ചോദ്യം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറുന്ന കുറെ അനുഭവങ്ങൾ. ദൈവത്തോട് മറുതലിക്കാൻ നമുക്ക് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം എത്ര വർഷക്കാലം മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. ആ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച അനുഭവത്തിലൊക്കെയും ദൈവത്തോട് മറുതലിച്ചിട്ടും അവിടുന്ന് സ്നേഹിച്ചതേ ഉള്ളൂ. എത്ര വർഷക്കാലമാ ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ നടന്നത്? 40. സത്യമാ, കരപിടിച്ച് മാത്രം കൊടുക്കുക. 40 വർഷക്കാലം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണം. 70 വയസ്സിൽ മോശെ പ്രവാചകനെ ദൈവം വിളിച്ചു ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ. ഇതാ 120-ാമത്തെ വയസ്സ്. 120-ാമത്തെ വയസ്സിൽ തമ്പുരാൻ തിരികെ വിളിച്ചു. 40 വർഷക്കാലം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു. ദൈവത്തിന്റെ സ്നേഹം നോക്കണേ. ഇതാ അവിടെ നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അവരുടെ വസ്ത്രം പഴകി കീറിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്ത്യനെ, അനുഗ്രഹമേ, വിശുദ്ധ ജനമേ, തിരിച്ചറിഞ്ഞോണം. നീ പഠിച്ചേ ഉള്ളൂ
എത്തത്തില്ല. 45 വയസ്സ് 45 years old കാണും. ആ സമയത്ത് അവരുടെ ഗാർമെന്റ്സ് നല്ല ക്ലീൻ പുതിയതുപോലെ ഇരിക്കുകയാണ്. അവരുടെ ചപ്പൽസ് വെരി ഗുഡ്, ഒരു മാറ്റവുമില്ല. 5 വയസ്സിലിട്ട ചെരുപ്പാ. ഒരു പൂർണ്ണ കുപ്പായം, ഒരു നീള കുപ്പായം, ഒരു സുന്ദരത്തിന്റെ കുപ്പായം. കുപ്പായത്തിനൊക്കെ ബൈബിളിൽ വലിയ പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. അവർ നീള കുപ്പായം ഇട്ടു. 5-ാം വയസ്സിൽ ഒരു കുട്ടപ്പൻ, ഒരു സുന്ദര കുട്ടപ്പൻ, ഒരു സുന്ദരി കുട്ടി. 5 വയസ്സിൽ ഇട്ട സുന്ദരത്തിന്റെ ഉടുപ്പ്, കാലിലെ ചെരുപ്പ്. പ്രിയപ്പെട്ടവരെ, 10 വയസ്സുകാരനിട്ടപ്പം 40 വർഷമായപ്പം 50. 20 വയസ്സുകാരൻ ഒരു യുവാവ്, വടി വേണ്ടാത്തവൻ, ബലിഷ്ഠൻ, കരങ്ങൾക്ക് ശക്തിയുള്ളവൻ, ഹൃദയത്തിലും രക്തധമനികളിലും ഓടി നടക്കുന്ന ചൂട് രക്തമുള്ളവൻ. അവന് വിട്ടു ഒരു കുപ്പായം, ഒരു ചെരുപ്പ്. അവൻ 40 വർഷം കഴിഞ്ഞപ്പോ 60 വയസ്സ്. ഒരു 40-കാരനിട്ടു ഒരു ഉടുപ്പ്, ഒരു ചെരുപ്പ്. അവൻ 40 വയസ്സ് കഴിഞ്ഞപ്പോ 80. ഇവരെ വിളിച്ചോണ്ട് നടക്കുന്നവൻ 120-ലേക്ക് അടിക്കുക. പക്ഷേ അവൻ ഇവരെക്കാൾ ബലിഷ്ഠൻ, കരുത്തൻ, മുഖശോഭയുള്ളവൻ, കരമടിച്ച് മാറ്റമടിച്ച് അവനിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആത്മാവുള്ളവൻ നയിക്കുമ്പോൾ കൂടുതലുള്ളവർക്കും ആത്മാവിന്റെ അഭിഷേകം കിട്ടും. ആത്മാവുള്ളവൻ, പരിശുദ്ധാത്മാവുള്ളവൻ, അവൻ നയിക്കുക. നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വേണം. അപ്പനിൽ വേണം, ആദ്യം അമ്മയിൽ വേണം. അപ്പന്റെയും അമ്മയുടെയും അനുഗ്രഹം മക്കളിൽ വേണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിൽ ഒഴുകണം. ദൈവം ആദ്യം സൃഷ്ടിച്ചത് അവനിലൂടെ അല്ലാതെ കുടുംബത്തെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ സാധിക്കത്തില്ല. നീ വീട്ടിലിരുന്നോണ്ട് നിന്റെ ഭാര്യയും പിള്ളേരും പള്ളിയിൽ പോന്ന് പറയുകയാണെങ്കിൽ ഒന്നും വലിയ കഴിച്ചോണ്ട്. കാരണം ദൈവത്തിന്റെ ആദ്യ ജാതൻ പുരുഷനാണ്. പുരുഷനിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത്. നിന്റെ അസ്ഥി നടന്നു പോയാൽ പൂർണ്ണ ശരീരമാകത്തില്ല. പുരുഷൻ സുന്ദരൻ, ബലിഷ്ഠൻ, ആരോഗ്യമുള്ളവൻ, ദൈവത്തിൽ ജ്ഞാനമുള്ളവൻ, ആത്മാവുള്ളവൻ, അവനോടൊപ്പം ജീവിത പങ്കാളി ഉണ്ടാകും. ജീവിത പങ്കാളി കുഞ്ഞുങ്ങളും കൂടെ ശുശ്രൂഷയിൽ കടന്നു ചെല്ലുമ്പോൾ നിന്റെ ദൈവം അവിടെ വന്നിട്ട് നിന്നെ മഴയിലേക്ക് വിളിക്കും. നീ കയറി വാ, വിശുദ്ധ കുർബാനയിൽ ഞാനുണ്ട്, നീ അനുഭവിക്കുന്നേ. കടിച്ചു കുറച്ച് തിന്ന് നീ മുട്ടുകുത്തുമ്പോൾ സകലത്തിനെ കാണുക. അനുഗ്രഹം അവിടെ കടന്നിട്ടോടും ഇവിടുന്ന് ആവശ്യത്തരം അനുഗ്രഹത്തിനായി നീട്ടും. ആ കരത്തിലൂടെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവരെ കരമടിച്ച് മാത്രം കൊടുക്കുക. നീ കൈയിൽ മാറി വെച്ച് മുറുക്കി ചുമപ്പിച്ച് കണ്ണും വിളിച്ച് ചീത്ത പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലൊന്നും കിട്ടത്തില്ല. ഇവിടുന്ന് ചുമ്മാ പുരുഷനെയാ ദൈവം അനുഗ്രഹിച്ചത്. പുരുഷനെയാ ദൈവം തൊട്ടത്. അവന്റെ ശരീരത്തോട് ദൈവത്തിന്റെ കരം പോടാത്ത ഒരു ഭാവവുമില്ല. അവനിൽ നിന്ന് ആ സ്ത്രീയെ സൃഷ്ടിച്ചു. നിങ്ങൾക്കറിയാമോ, എന്റെ ഭവനത്തില് ദൈവം എനിക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം എന്നെനിക്ക് മാനസാന്തരം തന്നോ, ആ നിമിഷം മുതൽ എന്റെ ഭവനത്തിൽ ഞാനും ഭാര്യയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അടുത്ത് വന്ന് പ്രാർത്ഥന മേടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നുള്ളൂ. പ്രാർത്ഥന മേടിച്ചുകൊണ്ട് അവൻ അനുഗ്രഹിക്കുന്നവനായി വീട്ടിൽ കാണണം. ഞാൻ എന്റെ ഭവനത്തിലില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ദൈവാലയത്തിൽ നിന്ന് ഒരു വാക്ക് പോലും കാണാമല്ലോ പറയുന്നത്. ഞാൻ എന്റെ ഭവനത്തിലില്ല എങ്കിൽ എന്റെ പ്രിയ ജീവിത പങ്കാളി കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കും. കൈപിടിച്ച് മാത്രം കൊടുത്ത് നിനക്ക് യോഗ്യത വേണം. ചുമ്മാതെ ഇരിക്കുന്നിടത്തോളം
കഴിഞ്ഞാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി മാറും. പ്രിയപ്പെട്ടവരെ, മുറുക്കിക്കൊണ്ട് കിടന്ന് ഉറങ്ങുന്നവർ വരെയുണ്ട്. ഇതകത്ത് പോകും. കുടലിലെ ക്യാൻസർ, അവിടെ ക്യാൻസർ, ഇവിടെ ക്യാൻസർ. പ്രാർത്ഥനയ്ക്ക് പിന്നെ ഓട്ടമാ. ഒരിക്കൽ കൊല്ലം ദേശത്തു നിന്ന് ഒരു സഹോദരനും കുടുംബത്തിനെ വിളിച്ചു. വെറുതെ പ്രാർത്ഥിക്കണം, ഭാര്യ വലിയ വായിലെ കഴിയും. ഞാൻ ചോദിച്ചു, എന്താ സഹോദരി? പറഞ്ഞു, ക്യാൻസറാ. ഈശോ എന്നോട് പറഞ്ഞു, അവന്റെ ജീവിതം വിശുദ്ധമാണെന്ന് ചോദിക്കണം. വലിയുമുണ്ട്, കൊടിയുമുണ്ട്. ആ സ്ത്രീ എന്ന് പറയാം, എന്റെ ബ്രദറെ വായിക്കാത്തൊരു കുന്തം കയറ്റി വെക്കും. അതിന്റെ നാട്ടം കൊണ്ട് ഈ വീട്ടിൽ ഇരിക്കാം. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കവറിനകത്ത് കിട്ടുന്നൊരു പോലെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മകനോട് ചോദിച്ചു, മാറ്റാമോ? ഉടനെ എന്നോട് പറയാം, അതും കുഴപ്പമാണോ? ഏതാ കുഴപ്പമല്ലാത്തത്? 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ, നശിപ്പിക്കുന്നവളെ ഞാൻ നശിപ്പിക്കും. നിനക്ക് ഇന്ന് നടക്കാൻ വയ്യാഴിയാണോ? കഴിഞ്ഞ നാളിൽ നടന്നപ്പോഴത്തെ കുഴപ്പമാണ്. ഇരിക്കാൻ വയ്യാഴിയാണോ? ദൈവം പറഞ്ഞ പോലൊന്നും ഇരുന്നില്ല. കേൾക്കാൻ വയ്യേ? കർത്താവ് പറഞ്ഞൊന്നും നീ കേട്ടിട്ടില്ല. കർത്താവ് പറഞ്ഞ കർത്താവിന്റെ വചനം നിനക്ക് ഹൃദയവേദനയാണോ? ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നു. റോമരുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം, വചനം നിനക്ക് സമീപസ്ഥമാ, അത് നിന്റെ ഹൃദയത്തിലും ആധരത്തിലും ഉണ്ടായിരുന്ന വചനം പറഞ്ഞു. വചനത്തെ മാനിച്ച് കാലഘട്ടത്തിൽ മാത്രമല്ല, താടിക്ക് കയ്യിലെടുത്തുകൊണ്ടിരുന്ന ഒന്നും കിട്ടില്ല. ഉണർന്ന് ദൈവത്തെ ആരാധിക്കുക. വചനം നിനക്ക് സമീപസ്ഥമാ. നിന്റെ ഭവനത്തിലുണ്ട് വചനം. നിനക്ക് ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി